ആരോഗ്യമന്ത്രി വീണയ്ക്ക് ആശയില്ലാതെ പോയ തിരഞ്ഞെടുപ്പ്. ഒരു റൗണ്ടിൽ പോലും മുന്നിലെത്തിയില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പത്തനംതിട്ട ജില്ലയിലെ പോരാട്ടം. ഇടതുമുന്നണിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയും ആരോഗ്യമന്ത്രിയുമായിരുന്ന വീണ ജോർജിന് കനത്ത തിരിച്ചടിയാണ് ഇത്തവണ നേരിടേണ്ടി വന്നത്. മണ്ഡലത്തിലെ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആധിപത്യം പുലർത്താൻ കഴിയാതെ പോയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ എതിർ സ്ഥാനാർത്ഥി വ്യക്തമായ ലീഡ് നിലനിർത്തുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കണ്ടത്. തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ട് മുതൽ തന്നെ തിരിച്ചടി ദൃശ്യമായിരുന്നു. മന്ത്രി എന്ന നിലയിലുള്ള ജനപ്രീതി വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലുകൾ പാളിയതോടെ LDFന്റെ ഉറച്ച കോട്ടകളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായി. നഗരമേഖലകളിലും ഗ്രാമീണ മേഖലകളിലും ഒരുപോലെ പിന്നോട്ട് പോയത് മന്ത്രിയുടെ പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ ചിട്ടയായ പ്രവർത്തനവും ഭരണവിരുദ്ധ വികാരവും ഫലത്തെ സ്വാധീനിച്ചതായി പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. ആരോഗ്യ വകുപ്പിലെ പ്രവർത്തനങ്ങളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവും ഉയർത്തിക്കാട്ടിയാണ് വീണ ജോർജ് വോട്ട് തേടിയത്. എന്നാൽ വികസന ചർച്ചകൾക്കും വ്യക്തിപ്രഭാവത്തിനും അപ്പുറം രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഓരോ റൗണ്ട് കഴിയും തോറും വോട്ട് വ്യത്യാസം വർദ്ധിച്ചു വന്നത് പ്രവർത്തകരുടെ ആവേശം കെടുത്തുന്നതിനും കാരണമായി. മണ്ഡലത്തിലെ നിർണായകമായ പല പോക്കറ്റുകളിലും അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDF നേരിട്ടത്. ഈ തോൽവി വരും ദിവസങ്ങളിൽ പാർട്ടി തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. പത്തനംതിട്ട ജില്ല പോലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു ജില്ലയിൽ ഒരു മന്ത്രി തന്നെ ഇത്ര വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് മുന്നണിക്ക് വലിയ ക്ഷീണമായി. വരും തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം വിരൽ ചൂണ്ടുന്നത്. വോട്ടർമാരുടെ മാറി മറിഞ്ഞ ചിന്താഗതികൾ വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം.